മാഷേ, നമുക്കിനി 2-3 ക്ഷേത്രങ്ങളിൽ കൂടി പോകണം. ഇളയശ്ശേരിയിൽ, കുന്നിൽ, പടനിലം, പിന്നെ പണയിലമ്മയുടെ മുന്നിൽ പോയി ദീപാരാധനയും തൊഴുത് അവിടെ മാഷിന്റെ പേരിൽ തെരളി വഴിപാട് പറഞ്ഞിട്ടുണ്ട്. അതും വാങ്ങിട്ട് വേണം തിരിച്ചു പോവാൻ. അപ്പോ ഒരു തീർത്ഥയാത്രയാണ് ഉദ്ദേശം. എന്നെ തനിച്ചാക്കിട്ട് പോയപ്പോ ഞാൻ എന്തുമാത്രം വഴിപാടാ നേർന്നെന്നറിയോ? ഓരോന്നോരോന്നായിട്ട് എല്ലാം നടത്തണം. നടത്താം, എല്ലാം നടത്താം. പോവാം. വാ. ഓപ്പോളമ്മ വന്നിട്ട് എന്തുകൊണ്ട് നാട്ടിലെ വിശേഷങ്ങൾ? ദാസേട്ടൻ സുഖമായിട്ടിരിക്കുന്നോ? അച്ഛന് അനിയൻകുട്ടിനെ കാണാത്തതിൽ വിഷമമുണ്ടെന്നാ പറഞ്ഞത്. ഏതായാലും ഓപ്പോളമ്മ വന്നത് വലിയൊരു ആശ്വാസമായിരുന്നു. എന്നെ കുറെ വഴക്കൊക്കെ പറഞ്ഞു. എന്നെ മാത്രല്ല, വിലാസിനി മാഡത്തിനെയും ജയന്തിയും എല്ലാരും വരച്ച വരെ നിർത്തിയിരിക്കുക. അതെ, നമ്മള് തിരിച്ചു ചെല്ലുമ്പം നേരിടാൻ തയ്യാറായിക്കും. പെട്ടെന്ന് ദേഷ്യം വരുമെങ്കിലും ആ മനസ്സ് നിറയെ ഞങ്ങളോട് സ്നേഹ. നോക്കാം. വാ. അതെ, ഏറെ കാലമായിട്ടുള്ള എന്റെ ഒരു ആഗ്രഹം പറയട്ടെ. പറയൂ. നാട്ടുകാരുടെ മുന്നിലൂടെ ദേ എന്റെ വല്യുകുഞ്ഞു കെട്ടിയ ഈ താലിമാല എടുത്ത് പുറത്തിട്ട് ഒരു ലേശ അഹങ്കാരത്തോടു കൂടി എന്റെ കെട്ടിയവനോടൊപ്പം സ്കൂട്ടറിൽ കയറി ഈ നാട് മുഴുവനൊന്ന് കറങ്ങണം. ചിലരൊക്കെ അത് കണ്ട് ഞെട്ടണം. കൊള്ളാലോ എന്റെ കെട്ടിയോളെ. അതെ, രഹസ്യ കല്യാണം കഴിഞ്ഞ ഏതൊരു പെണ്ണിന്റെ ആഗ്രഹമാശ ഇതൊക്കെ. അല്ല കല്യാണി, എനിക്കൊരു സംശയം. ഈ ഞാൻ നിന്നെ നിർബന്ധിച്ച് SSLC എഴുതിപ്പിക്കാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നുണ്ടാണോ നീ എന്നെ ഇടയ്ക്കിടയ്ക്ക് മാഷെ മാഷ എന്ന് വിളിക്കുന്നത്? അതൊന്നുമല്ല, ഈ മാഷെന്ന് വിളിക്കേ ഒരു സുഖമുണ്ട്. ഓ, എന്നാ പിന്നെ മാഷ് വണ്ടി എടുത്തോളൂ. ഉത്തരവ്. കല്യാണി, പോവാം. വല്യുഞ്ഞേ, എനിക്കിങ്ങനെ റോഡിലൂടെ കാഴ്ചകളൊക്കെ കണ്ട് എപ്പോഴും യാത്ര ചെയ്തോണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടാ. ഓഹോ, എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിലങ്ങ് ദുബായിക്ക് പോയാലോ? ഒന്ന് പോ വല്യുഞ്ഞേ, കളിയാക്കാതെ. കല്യാണി, നിനക്കിത് ഓടിക്കാൻ പഠിക്കണ്ടേ? വേണ്ട വേണ്ട, ഞാനില്ല. ഞാൻ സൈക്കിൾ പഠിച്ചു തന്നെ എത്ര കഷ്ടപ്പെട്ടിട്ടെന്നറിയോ? സൈക്കിൾ അറിയാവുന്നവർക്ക് ഇത് ഭയങ്കര എളുപ്പമല്ലേ? വേണ്ട വല്യുഞ്ഞേ, എനിക്കിങ്ങനെ ചേർന്നിരുന്ന് വല്യുഞ്ഞിനെ കെട്ടിപ്പിടിച്ചു പോവാനാ ഇഷ്ടം. ഓ, സ്വപ്നത്തിലെ രാജകുമാരനോടൊപ്പം പോകുമ്പോലെ അല്ലേ? നമ്മുടെ ഗന്ധർവനെ. വണ്ടി ഓടിക്കാണെന്ന് നോക്കില്ല കേട്ടോ, ഇത് കുലുക്കി തരും ഞാൻ. അനിയൻകുട്ടാ, എടാ അനിയൻകുട്ടാ, ദാ വരുന്നു. എന്താ ഉപ്പളമ്മേ? വാശി പിടിക്കുകയും കരയുകയും ചെയ്തിട്ട് ഒരു പ്രയോജനവും ഇല്ല. ഞാൻ നാളെ രാവിലെ പോകും. നീ എന്റെ കൂടെ വരണം. അനുസരണശീലമൊക്കെ ഉണ്ടാക്കാൻ എനിക്കറിയാം. നിന്റെ അച്ഛൻ ഞാൻ പറഞ്ഞ കമാന്നൊരക്ഷരം മിണ്ടില്ല. പിന്നെയല്ലേ നീ? എന്താടാ മിണ്ടാതെ നിൽക്കുന്നത്? ഒന്നുമില്ല ഒപ്പോളമ്മേ. ഇനി നീ ഇവിടെ നിന്നൂടാ, അത് ശരിയാവില്ല. നീ നിൽക്കുന്നത് ശരിയല്ല. ഇവിടെ നിന്റെ അളിയനും പെങ്ങളുവാ. കൊമ്പത്തെ തൃച്ചമ്പരത്തെ അടിയാനായിട്ടൊന്നും വളരേണ്ടവനല്ല നീ. അന്തസ്സായിട്ട് വളരണം.
എന്നാലേ ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ പറ്റൂ. നാട്ടിൽ നിന്റെ അച്ഛനുണ്ട്, അവിടെ നിങ്ങൾക്കൊരു വീടുണ്ട്, കുറച്ചു മാറി ഈ ഓപ്പോളമ്മയുണ്ട്. നീ ഒരു ആൺചക്കനാണ്. എന്റെ ദാസിനെ ഭാവിയിൽ നോക്കേണ്ടത് നീയാണ്. ഇവിടെ നിന്ന് നിനക്ക് പഠിക്കാനൊന്നും പറ്റൂല. അതുകൊണ്ട് പുസ്തകങ്ങളും ഡ്രസ്സും ഒക്കെ എടുത്ത് അടുക്കി വെച്ചോ. അതിരാവിലെ നമുക്ക് പോണം. ദേ, എന്നെ കൊണ്ട് ദേഷ്യം പിടിപ്പിക്കരുത്. നീ വന്നില്ലെങ്കിൽ പിടിച്ചോണ്ട് പോകും ഞാൻ. ഓ, അപ്പോൾ ഇതാണ് കഥാനായകൻ. താലി കെട്ടിയ പെണ്ണിന് ദുഃഖക്കടലിൽ മുക്കിയിട്ട് ശ്രീബുദ്ധനാകാൻ പോയാള്. എന്തേ മടങ്ങി വന്നത്? അതോ ആരെങ്കിലും കണ്ടെത്തി പിടിച്ചോണ്ട് വന്നാണോ? ഇപ്പൊ ചെയ്തു കൂട്ടിയ ദോഷങ്ങൾക്കെല്ലാം മാപ്പ് പറയാൻ ക്ഷേത്ര ദർശനത്തിന് പോയിരിക്കുന്നു. ക്ഷമിക്കാനും പൊറുക്കാനും സ്നേഹിക്കാനും മാത്രം അറിയാവുന്ന ഒരു പെൺകൊച്ചിനെ കണ്ണീര് കുടിപ്പിച്ചിട്ട് കൽവിഗ്രഹങ്ങളെ തൊഴുതാൽ മനഃശാന്തി കിട്ടില്ല കുഞ്ഞെ. എന്താ ഇങ്ങോട്ടാ? ഒന്നുമില്ല വല്യുഞ്ഞെ. എന്തിനാ ഓപ്പളമ്മ ഇവൻ കരയുന്നത്? ഇവനെ വഴക്ക് പറഞ്ഞോ അതോ അടിച്ചോ? ഈ കുട്ടികൾക്ക് ആരും ഇല്ലായിരുന്ന അവസ്ഥയിൽ ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചതാ. എന്റെ ആങ്ങളയുടെ മക്കളാണെങ്കിലും ഇവർ രണ്ടും എന്റെയും കൂടി മക്കളാ. അറിയാം ഓപ്പോളമ്മേ, ഓപ്പോളമ്മയുടെ സ്നേഹത്തെപ്പറ്റി കല്യാണി എന്നോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സ്നേഹത്തെപ്പറ്റി മാത്രമല്ല, ദേഷ്യത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് ദേഷ്യം വരുമല്ലേ? ദേഷ്യം വാക്കിൽ ഒതുക്കില്ല. തല്ലേണ്ടി വന്നാൽ തല്ലുകയും ചെയ്യും. അത് അങ്ങനെയുള്ളവരോടല്ലേ. ഇവൻ പാവമല്ലേ. ഇവൻ അങ്ങനെ ദേഷ്യപ്പെടാനും തല്ലുകൊള്ളാനും മാത്രമുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറില്ലല്ലോ. അതുകൊണ്ടാ ചോദിച്ചത് അവൻ എന്തിനാ കരയുന്നതെന്ന്. അത് അവനോട് തന്നെ ചോദിക്കും. പറഞ്ഞു കൊടുക്കണം എന്തിനാ കരയുന്നതെന്ന്. ഓപ്പോളമ്മ നാളെ പോവാന്ന് പറഞ്ഞു. അത്രയുള്ളോ? അതിനാണോ ഇനിയും കരയണേ? അതിന് നിനക്ക് സന്തോഷല്ലേ വരേണ്ടത്? അത് മാത്രല്ല, നാളെ ഞാനും ഓപ്പോളമ്മയുടെ കൂടെ പോണോന്ന്. ഇനി പോലും ഞാൻ അവിടെ നിന്ന് പഠിച്ചാ മതിയെന്ന്. എന്താ ഓപ്പോളമ്മ ഇത്? ഏയ്, അതൊന്നും ശരിയാവില്ല. അവൻ ഇവിടെ തന്നെ നിന്നാ മതി. ശരിയും തെറ്റുമൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. എനിക്കിപ്പോൾ തൃച്ചംബരത്തെ വലിയ കുഞ്ഞോട് ചിലത് പറയാനുണ്ട്. എന്താ ഓപ്പോളമ്മേ? മാതാപിതാക്കളെ കണ്ണീര് കുടിപ്പിച്ചുകൊണ്ടുള്ള ഒരു കല്യാണത്തെയും ഞാൻ അനുകൂലിക്കില്ല. അതുപോട്ടെ, അതൊന്നും ഇപ്പൊ എന്റെ വിഷയമല്ല. എന്നാ എന്റെ കൊച്ചിന്റെ കണ്ണീര് കണ്ടപ്പോൾ ഏതപ്പച്ചയും ചെയ്യുന്നതേ ഞാനും ചെയ്തുള്ളൂ. അതിൽ എനിക്ക് അല്പം പോലും കുറ്റബോധവും ഇല്ല. ഇവളെ കൊണ്ട് ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യിച്ചതും ആ ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായിട്ടാണ്. അതിന് കുഞ്ഞിനോട് ദേഷ്യം തോന്നിയാലും ഞാനത് കാര്യമാക്കുന്നില്ല. എന്റെ ലക്ഷ്യം എന്റെ കുഞ്ഞിന്റെ ഭർത്താവിനെ കണ്ടെത്തുക എന്ന് മാത്രമായിരുന്നു. ഓപ്പോളമ്മേ, എന്റെ അമ്മയ്ക്കെതിരെ ആരെങ്കിലും ഒരു ചെറുവിരൽ അനക്കിയാൽ പോലും ശക്തമായി പ്രതികരിക്കുന്നവനാ ഞാൻ. പക്ഷെ ഈ വിഷയത്തിൽ ഞാൻ കാരണക്കാരനായതുകൊണ്ട് മാത്രമാണ് നിശബ്ദനാകുന്നത്. അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് ഇപ്പോഴും എനിക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഓപ്പോളമ്മയുടെ ഒരു ദേഷ്യവുമില്ല. കുഞ്ഞെ, ഭാര്യയെ ശാസിക്കുകയും തിരുത്തുകയും ചെയ്യരുതെന്നല്ല. വേണ്ടി വന്നാൽ ഒരടി കൊടുത്താലും കുഴപ്പമില്ലെന്ന പക്ഷക്കാരിയാണ് ഞാൻ. പക്ഷേ അത് കാര്യമായ കാര്യത്തിനായിരിക്കണം. വെറുതെ ഭാര്യയുടെ കണ്ണ് നനയിപ്പിക്കരുത്. അതുകൊണ്ട് ഇനിയും ഇതുമാതിരി വേലത്തരങ്ങൾ കാണിച്ച് അവളുടെ കണ്ണ് നനയിക്കരുത്.
അവൾക്ക് മാത്രമല്ല അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നതെന്ന് കുഞ്ഞിനിപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. പോലീസും കേസും ഒക്കെ ആയി എല്ലാവർക്കും സ്വൈര്യക്കേടുണ്ടാക്കിയില്ലേ? ഇനി അങ്ങനെ ഉണ്ടാകരുത്. ആ, നാളെ ഞാൻ പോകും. കൂടെ ഇവനെയും ഞാൻ കൊണ്ടുപോകും. ദാസിന് ഇവനെ കണ്ടേ പറ്റൂ. ഓപ്പളമ്മേ, കുറച്ച് ദിവസം കൂടി ഇവിടെ നിന്നിട്ട് നമുക്ക് ആലോചിച്ചൊരു തീരുമാനം എടുക്കാം. വേണ്ട, വന്ന കാര്യം കഴിഞ്ഞു. ഇനി മടങ്ങണം. അവളെ നോക്കാൻ ഇനി കുഞ്ഞുണ്ടല്ലോ ഇവിടെ. ഓപ്പളമ്മ അവന് വേണ്ട, നീ പറയാൻ പോകുന്ന എന്താണെന്ന് എനിക്കറിയാം. ഇവനെ കൂട്ടിക്കൊണ്ട് ചെല്ലണം എന്നുള്ളത് അവന്റെ അച്ഛന്റെ ആവശ്യമാണ്. അനിയൻകുട്ട, നീ എന്തിനാ കരയുന്നേ? നാളെ മതി, ഇനി കൂടുതൽ സംസാരം വേണ്ട. സമയം എത്രയായി കുഞ്ഞ്? 8 മണിയാവുന്നു. ആ, നിനക്ക് ഓൺലൈൻ ക്ലാസ്സിന് സമയമായില്ലേ? ഓൺലൈൻ ക്ലാസ്സിന് ഇപ്പോൾ രക്ഷകർത്താക്കൾ കൂടെ ഇരിക്കണം. അല്ലെങ്കിലേ കുട്ടികളെ ചതിക്കുഴിയിലാക്കുന്ന ഒരുപാട് ഗെയിമുകളുണ്ട്. വാടാ അപ്പുറത്തേക്ക്, അവിടെ റേഞ്ച് കിട്ടും. ചില സ്ഥലങ്ങളിലെ കുട്ടികൾ മലയുടെ മുകളിലും മരത്തിന്റെ മുകളിലും ഒക്കെ ഇരുന്നാ പഠിക്കുന്നത്. ആ, വാ വാ, പാടാ. ഓ, വലിയ അനിയൻകുട്ടനെ കൊണ്ടുപോയാ 2 ദിവസം അവിടെ പോയി നിൽക്കട്ടെ. ദാസേട്ടൻ അവനെ കാണണമെന്നുള്ളത് സത്യമായിരിക്കും. അത് കഴിഞ്ഞ് നമുക്ക് അവനെ പോയി കൂട്ടിക്കൊണ്ടുവരാം. അതുപോലെ എപ്പോഴൊക്കെയോ സഹിക്കാനാവാത്ത പിരിമുറുക്കങ്ങൾ വന്നപ്പോ ഞാൻ എന്റെ അഖിലയെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ പാതിയായി നിന്നെ തെറ്റിദ്ധരിക്കുകയും വാക്കുകൾ കൊണ്ട് ഒത്തിരി മുറുകേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനെല്ലാത്തിനും കൂടി എനിക്ക് എന്താ കൃഷ്ണേട്ടാ ഇത്? ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാത്തവരെ ആരെങ്കിലും അകറ്റി നിർത്തൂ. അത് പാടില്ല. കാരണം അത്രത്തോളം സ്നേഹവും അവരിൽ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചില സന്ദർഭത്തിൽ ഞാൻ വേദന കൊണ്ട് പിടഞ്ഞിട്ടുണ്ട്. ഈ നെഞ്ചിൽ ചേർന്ന് ഒന്ന് പൊട്ടിക്കരയാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കറിയാം, അപ്പോഴൊക്കെ കൃഷ്ണേട്ടൻ എന്നെക്കാളേറെ വേദനിക്കായിരുന്നു. എന്നെ വേദനിപ്പിക്കുന്ന പോലെ സംസാരിച്ചതെല്ലാം ഒരച്ഛന്റെ വാക്കുകളായിരുന്നു. ഒറ്റപ്പെടലുകളും ഒറ്റപ്പെടുത്തലുകളും നമ്മുടെ ജീവിതത്തിലെ കൂരിരുട്ടുകളല്ല, മറിച്ച് അത് പലരെയും മനസ്സിലാക്കാനും തിരിച്ചറിയാനുമുള്ള വെളിച്ചമാണെന്ന് എനിക്ക് മനസ്സിലായി കൃഷ്ണേട്ടാ. ഒരാളുടെ കണ്ണ് നിറയാനും മനസ്സ് നിറയാനും നമ്മുടെ ഒരു വാക്ക് മതി. വാക്കിന്റെ അർത്ഥത്തിലല്ല, അത് ഉപയോഗിക്കുന്ന രീതിയിലും സന്ദർഭത്തിലുമാണ് കണ്ണും മനസ്സും നിറയുന്നത്. പാതിമയ്യായ ഭാര്യയുടെ പ്രാണനെ മുറിവേൽപ്പിക്കുന്ന വാക്കുകളൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്.
അഖില, അതൊന്നും മനസ്സിൽ വെക്കരുത്. എല്ലാം മറന്നേക്ക്. കൃഷ്ണേട്ടാ, നമുക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് കരുതുന്നതെല്ലാം സഹിക്കാൻ പഠിപ്പിക്കുന്ന ഒന്നാണ് സാഹചര്യം. അത്തരം സാഹചര്യങ്ങളിലൂടെയാ ഞാൻ സഞ്ചരിച്ചിരുന്നത്. ഭഗവാൻ കൃഷ്ണനെ മനസ്സിൽ പ്രതിഷ്ഠിച്ചവരൊക്കെ കൊച്ചു കൊച്ചു പിണക്കങ്ങൾ വരുമ്പോ ഗുരുവായൂരപ്പനെ തള്ളിപ്പറയൂ? എന്റെ മനസ്സിൽ പ്രതിഷ്ഠിച്ച കാണപ്പെട്ട ദൈവത്തിന്റെ പേരാ തൃച്ചംബരത്തെ ശിവരാമകൃഷ്ണൻ. അത് ഹൃദയത്തിന്റെ ശ്രീകോവിലിൽ അതുപോലെ തന്നെ എന്നും ഉണ്ടാവും. എനിക്ക് സന്തോഷമായി അഖില. നിന്റെ സ്നേഹത്തിന് മുന്നിൽ അന്നും എന്നും ഞാൻ തോറ്റിട്ടേ ഉള്ളൂ, നിശബ്ദനായിട്ടേ ഉള്ളൂ. ഇനി ഈ ബാക്കി നിൽക്കുന്ന ജീവിതവും എങ്ങനെ നിന്റെ സ്നേഹത്തിന് മുന്നിൽ തോറ്റു ജീവിക്കാനാണ് ഈ ശിവരാമകൃഷ്ണന് ഇഷ്ടം. എനിക്കെല്ലാം മനസ്സിലാവും വലിയുഞ്ഞെ. വലിയുഞ്ഞിന്റെ ഇളയച്ചൻ നിർബന്ധം പിടിച്ചിട്ടാണെന്നും അഖില മാഡത്തിനെ കൊണ്ട് എന്നെ മരുമകളായിട്ട് അംഗീകരിപ്പിക്കാനുള്ള മാർഗമായിരുന്നു ഒക്കെ. പക്ഷേ എന്നോടൊരു വാക്ക് പറഞ്ഞുകൂടായിരുന്നോ വലിയുഞ്ഞിന്? വലിയുഞ്ഞിനെ കാണാതെ ഒരുതരം ശൂന്യതയായിരുന്നു എനിക്ക്. നേരം വെളുക്കുന്നതോ അസ്തമിക്കുന്നതോ ഒന്നും ഞാൻ അറിയുന്നേ ഉണ്ടായിരുന്നില്ല. മനസ്സില് പാറക്കല്ലുകൾ കൂട്ടിക്കെട്ടിയതുപോലൊരു ഭാരം. കല്യാണി, ഞാൻ പറഞ്ഞില്ലേ ഇളയച്ചൻ നിർബന്ധിച്ചിട്ടാണെന്ന്. വലിയുഞ്ഞിന്റെ വേർപാട് വേദനയെക്കാളുപരി എനിക്ക് സമ്മാനിച്ചത് ഒരുതരം മരവിപ്പായിരുന്നു. കല്യാണി, ഈ നിമിഷം വരെ നിന്നോളം ഒരു വസന്തവും എനിക്ക് പൂക്കാലം ഒരുക്കിയിട്ടില്ല. നിന്റെ അതേ അവസ്ഥയായിരുന്നു എനിക്കും. ആദ്യം സുബ്രുവിനെങ്കിലും ഒന്ന് വിളിച്ചു പറയാന്ന് തോന്നിയിരുന്നതാ. പക്ഷെ ഇളയച്ചൻ അതും വിലക്കി. പാവ ഇളയച്ചൻ, നിന്നോട് ഭയങ്കര ഇഷ്ടമായ ഇളയച്ചനാ. ഇതെല്ലാം നിന്നെ തൃച്ചംബരത്തെ മൂത്ത മരുമകളാക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞപ്പോ ഞാനതങ്ങ് സമ്മതിച്ചു കൊടുത്തു. വലിയഞ്ചിനറിയോ, വലിയഞ്ചിന്റെ പേഴ്സും മൊബൈലും പുത്തനാറിന്റെ തീരത്തുനിന്ന് കിട്ടിയെന്നറിഞ്ഞപ്പോ ആത്മഹത്യ ചെയ്യാൻ വിഷം വരെ കലക്കി വെച്ചതാ ഞാൻ. ഒപ്പോളമ്മയ്ക്ക് സംശയം തോന്നി അതെടുത്ത് കളഞ്ഞില്ലായിരുന്നുവെങ്കിൽ എന്റെ വലിയ വരുമ്പോ ഇങ്ങനെ പരാതിയും പരിഭവം പറയാൻ കല്യാണി ഉണ്ടാവുമായിരുന്നില്ല. കല്യാണി, ഞാൻ പറഞ്ഞില്ലേ മൊബൈലും പേഴ്സും ബസ്സിൽ വെച്ച് മോഷണം പോയതാ. ഫ്ലൈറ്റ് മിസ്സാവെന്ന് കരുതി പിന്നെ അതിന്റെ പുറകെ പോയില്ല. ടിക്കറ്റ് വരെ ഇളയച്ചനെടുത്തു തന്നത് ആയിരിക്കാം. പക്ഷെ അതിന്റെ പേരില് ഞാൻ എന്റെ മനസ്സിൽ പൂജിക്കുന്ന ദൈവത്തിനോട് കയർത്തു. ആ മുഖത്ത് നോക്കി ഞാൻ എന്തൊക്കെയോ വെല്ലുവിളിച്ചെന്നറിയോ വലിയുഞ്ഞിന്? ആ പാപമൊക്കെ ഞാൻ ഏത് ജന്മത്തിൽ തീർക്കും വലിയുഞ്ഞ്? നടന്നുമൊക്കെ അമ്മ മറക്കും. നഷ്ടപ്പെട്ടെന്ന് കരുതിയ മകനെ തിരികെ കിട്ടിയ സന്തോഷമല്ലാതെ അമ്മയുടെ മനസ്സിലിപ്പോ ഒന്നും ഉണ്ടാവില്ല. ഉണ്ടാവും വലിയുഞ്ഞെ. അന്ന് പോലീസ് രണ്ടാമത് വന്ന ദിവസം രാത്രി എന്നെ തന്നെ മറന്ന് ഞാൻ മാഡത്തിനെ കാണാൻ പോയി. അന്ന് ആദ്യമായി
മാഡം, എന്തും ചെയ്യാൻ മടിക്കാത്തൊരു സ്ത്രീയാ നിങ്ങള്. അഖിലാണ്ടേശ്വരിക്ക് മകൻ പ്രിയപ്പെട്ടതാ. പക്ഷെ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിക്ക് അങ്ങനെയല്ല. ദുരഭിമാനമോ, ദുരഭിമാനം. അതുപോലെ എനിക്കെന്റെ വല്യൂഞ്ഞിനെ നഷ്ടപ്പെട്ട ഞാൻ വരും ഇടിമിന്നൽ വേഗത്തിൽ. നിങ്ങൾ പടുത്തുയർത്തിയ ദുരഭിമാനക്കോട്ട കത്തിച്ച് ചാമ്പലാക്കാൻ.